കണ്ണിൻ്റെ ഫോക്കസ് തെളിഞ്ഞ് വരുന്നേ ഉള്ളട്ട. വെളുപ്പിന് എഴുന്നേറ്റ് അതാണ് സംഭവം. രാമായണ മാസമൊക്കെ ആണല്ലോ, അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു. കാവാലത്തിൻ്റെ രാമായണം കേട്ടാൽ എനിക്കൊരു തൃപ്തിയാവുള്ളൂ. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് ഈ 3 ആൾക്കാരും ഒരുമിച്ചൊന്ന് കൂട്ടി അമ്പലത്തിൽ കൊണ്ടുപോകാന്ന് വെച്ചാൽ നടക്കണ വിദ്യയൊന്നുമല്ല. എൻ്റെ റെഡിയാവൽ സർക്കസൊക്കെ കഴിഞ്ഞിട്ടും ഇവരാരും റെഡി ആയിട്ടില്ല. പൂച്ചൊക്കെ ഞങ്ങൾ രാവിലെ തന്നെ റെഡി ആയിട്ട് ഇപ്പുണ്ട്. അങ്ങനെ മഴ കൊഴിഞ്ഞ് നമ്മൾ പൂന്തോട്ടത്തിൽ നിന്ന് കുറച്ച് പൂക്കളൊക്കെ പൊട്ടിച്ച് നമ്മളിതേ കൃഷ്ണനെ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാളായിട്ടാണ് ഇതേപോലത്തെ മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് കേട്ടോ പോയത്. അങ്ങനെ അകത്തെ തൊഴിലൊക്കെ കഴിഞ്ഞ് പുറത്തൊരു ചുറ്റടലുണ്ട്. അതൊരു പ്രത്യേക ഫീലാണ്. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം. അതിരാവിലെ നല്ല മഞ്ഞും നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷമായിരിക്കുള്ളൂ ഇവിടെ. മഴ കാരണം അന്തരീക്ഷത്തിന് ചെറിയൊരു മങ്ങലുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇപ്പം തന്നെ കണ്ടിട്ട് നല്ല രസം തോന്നുന്നുണ്ടല്ലേ. ഒരു കാലത്തും ക്യാമറയിൽ വരാത്ത ആൾക്കാരെയൊക്കെ ഞാൻ പിടിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൽ ഔഷധക്കഞ്ഞി വിതരണം ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇതേപോലെ ഒരു സൈഡ് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.